തുടർച്ചയായി 10 വർഷം പദവിയിൽ തുടരാനായി എന്ന പ്രത്യേകതയുമായാണ് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ ചുമതലയൊഴിയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഉറപ്പാക്കിയതിനു ശേഷം അപൂർവമായാണ് ഒരാൾക്ക് തുടർച്ചയായി 10 വർഷം നഗരസഭ അധ്യക്ഷയാകാൻ അവസരം ലഭിക്കാറുള്ളത്. തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഈ അനുഭവ സമ്പത്ത് വലിയ മുതൽക്കൂട്ടായി. പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ്, വെൽനസ് സെന്ററുകൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഓപ്പൺ ജിം, സ്പോർട്സ് കിറ്റ് വിതരണം, ഭക്ഷണ കിറ്റ് വിതരണം, വനിതകൾക്ക് വേണ്ടിയുള്ള സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം, ശുചിത്വ മാലിന്യ സംസ്കരണം, മിനി സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയവ ഇതിൽ ചിലതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ VM സുബൈദ. കഴിഞ്ഞ 5 വർഷവും 2015 തൊട്ട് 2020 വരെയും 20 തൊട്ട് 25 വരെയും മഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സണായി വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പാർട്ടി UDFൻ്റെ നേതൃത്വത്തിൽ എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ പാർട്ടി എന്നോടൊപ്പം സജീവമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എന്നിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ അഴിമതി രഹിത ഭരണവും അതുപോലെ തന്നെ സൗമ്യമായ രീതിയിൽ ജനങ്ങളോടുള്ള പെരുമാറ്റവും ഭരണ മുന്നോട്ടും നാടിൻ്റെ വികസനവുമാണ് എന്നിൽ ഏൽപ്പിച്ചത്. അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തിയിലാണ് ഞാൻ ഇരിക്കുന്നത്. തുടർന്ന് വരുന്ന ഭരണസമിതിയോടൊപ്പവും ഞാൻ എല്ലാ പിന്തുണയുമായി ഞാൻ കൗൺസിലറോ സ്ഥാനത്തോ ഇല്ലെങ്കിലും എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നമ്മൾ അതിനോടൊപ്പം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ട്, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. എങ്കിൽ 15 അതിദരിദ്രയിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾക്ക് സ്വന്തമായി ഭൂമി അവർക്ക് റവന്യൂ വിഭാഗം കിട്ടിയപ്പോൾ അവർക്ക് പ്രത്യേകം വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതി മഞ്ചേരി നഗരസഭയ്ക്ക് 15 ആൾക്കും ഒറ്റയടിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ മഞ്ചേരി നഗരസഭയിലുള്ള 2800ഓളം ആളുകൾക്ക് ഭൂമിയുള്ള എല്ലാവരും അപേക്ഷ തന്ന എല്ലാ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കാനുള്ള നമ്മൾക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള അതിദരിദ്രരെ പ്രഖ്യാപിച്ചപ്പോൾ, അതിദരിദ്രയില്ലാത്ത കേരളം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം, നമ്മുടെ നഗരസഭയിൽ ലൈഫിൽപ്പെട്ട 179ഓളം ആളുകൾ ഭൂമി ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നഗരസഭയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. മഞ്ചേരി നഗരസഭയിൽ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ 7 വെൽനസ് സെൻ്ററുകൾ സ്ഥാപിക്കാൻ സാധിച്ചു. കാരണം കേരളത്തിൽ തന്നെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ഒരു മുനിസിപ്പാലിറ്റിക്കുമൊക്കെ 3 വെൽനസ് സെൻ്റർ കൊടുത്തപ്പോൾ മഞ്ചേരി നഗരസഭയ്ക്ക് പ്രത്യേകം നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 6 വെൽനസ് സെൻ്ററുകളാണ് നമുക്ക് ലഭിച്ചത്. മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരി നഗരസഭയ്ക്കും പൊന്നാനിക്കും മാത്രമാണ് 6 വെൽനസ് സെൻ്ററുകൾ സ്ഥാപിച്ചത്. അതിൽ ഒന്നിനും കൂടിയുള്ള നമുക്ക് സ്ഥലം കിട്ടാത്തത്. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭയിൽ പരിരക്ഷാ പദ്ധതി 3 യൂണിറ്റാണ് നടക്കുന്നത്. കിടപ്പിലായ രോഗികൾക്കും വേണ്ടിയിട്ടും മറ്റും 3 യൂണിറ്റാണ്. കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കും അവയവങ്ങൾ മാറ്റിവെച്ചവർക്കൊക്കെ പ്രത്യേകം നഗരസഭ ഫണ്ട് വെച്ച് 1.5 കോടി രൂപയോളം ഇതിനു വേണ്ടി പ്രത്യേകം ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾക്ക് അവർക്ക് മരുന്നും അവരുടെ അവയവങ്ങൾക്കും മാറ്റിവെച്ചവർക്കുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു ഓഫീസ് നിർമ്മിക്കുന്നത് എന്ന് നമ്മളെ പ്രത്യേകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേരി നഗരസഭയിൽ കലാകായിക രംഗങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗങ്ങളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. നഗരസഭയിൽ 32ഓളം LP UP സ്കൂളുകളും 3 ഹൈസ്കൂളും 2 VHCM ആണുള്ളത്. ഈ സ്ഥാപനങ്ങൾക്കൊക്കെ നമുക്ക് പ്രത്യേകം ഫണ്ട് വെച്ച് ഇന്ന് കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കാനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളിസ്ഥലങ്ങൾ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം നഗരസഭ 6 കളിസ്ഥലങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 1,20,00,000 രൂപ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടാണ് നഗരസഭ അതിന് സ്ഥലം തനത് ഫണ്ടും കൂട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിച്ചത്. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്ക് സാമ്പത്തികമായിട്ട് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥ വിഹിതങ്ങൾ ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ടപ്പോഴും നഗരസഭ ഒരു തീരുമാനമെടുത്തു. നഗരസഭയ്ക്ക് ഇപ്പോൾ ഭരണം നടത്തുന്നതിനും
തുടർന്ന് വരുന്ന ഭരണസമിതിക്കും അവർക്കും നഗരസഭയ്ക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമുക്ക് നിങ്ങളെ ഒക്കെ കണ്ടെക്കും ബസ് വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിൽ നമ്മൾക്ക് ഏകദേശം ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപ നമ്മൾക്കൊരു മാസത്തിൽ അവിടെ വരുമാനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലും കഴിഞ്ഞ ടൈമിൽ ഞാൻ ചെയർമാനായ സമയത്ത് ഉണ്ടാക്കിയ ഈ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും നമുക്ക് നല്ല വരുമാനം വരുന്നത്. ഇതൊക്കെ കൂട്ടി കഴിഞ്ഞ 5 വർഷത്തിൽ 5 കോടി രൂപയാണ് നമ്മൾ തനത് ഫണ്ട് സ്വന്തമായി രൂപീകരിച്ചാണ് നമ്മൾ വികസനം നടത്തിയത്. ഇപ്രാവശ്യവും 5 കോടി രൂപ നമ്മൾ തനത് ഫണ്ട് വെച്ചിട്ടാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. മഞ്ചേരി നഗരസഭയുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ വൈഡനിങ് ചലഞ്ച് എന്നൊരു പദ്ധതി നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായി ടൗണിലെ പ്രധാനപ്പെട്ട ചെറിയ റോഡുകൾ വീതി കൂട്ടാൻ അവരുടെ സഹായത്തോടു കൂടി, പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി, അതിന് കൂടുതൽ ആളുകൾ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. കൂടി നമ്മൾ ഇവിടെ നെൽമ്പൂർ റോഡാണെങ്കിലും കോഴിക്കോട് റോഡിലും മലപ്പുറം റോഡിലുമൊക്കെ നമ്മൾക്ക് വികസനം നടത്താൻ ചെറിയ പോക്കറ്റ് റോഡുകൾ വീതി കൂട്ടി ഗതാഗതം പ്രയാസം ഒഴിവാക്കുന്നതിനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വനിതാ ചെയർപേഴ്സൺ എന്ന നിലക്ക് വനിതകൾക്ക് വേണ്ടി പ്രത്യേകം പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 1000-ഓളം സ്ത്രീകൾക്ക് സ്വന്തമായി കുടുംബശ്രീ മുഖേന ചെറുകിട വ്യവസായങ്ങൾ നടത്താൻ സാധിച്ചു. അതിനോടൊപ്പം മഞ്ചേരി നഗരസഭയിലെ വ്യവസായ അപ്പാരൽ പാർക്കിൽ ഇന്ന് 65ഓളം സ്ത്രീകൾ സ്വന്തമായി സംരംഭങ്ങൾ നടത്തി വലിയ രീതിയിലുള്ള വരുമാനം അവർക്ക് ലഭിക്കാൻ സാധിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം ബേട്ടേക്കോട് നഗരസഭ വ്യവസായത്തിന് പ്രത്യേകം സ്ഥലമെടുത്ത് അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ നാളികേര ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉണ്ടാക്കി, അതായത് ഐസ്ക്രീമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, മഞ്ചേരിയുടെ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലും ഇതേപോലെ എന്താണെങ്കിലും ഒരു 10-40ഓളം സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം ഏൽപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അടുത്ത ഭരണസമിതി വരുന്നതോടുകൂടി അത് അത്രയും സ്ത്രീകൾക്ക് തൊഴിലവസരം നേടുമെന്നും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മഞ്ചേരി നഗരസഭയിൽ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ടേമായിട്ട് നമ്മൾക്ക് കായകൽപ്പ അവാർഡ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവാർഡാണ് കായകൽപ്പ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 500-ലധികം ആളുകൾ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ദിനംപ്രതി വന്ന് ചികിത്സ ചെയ്തു പോകുന്നു. കൂടാതെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രത്യേകം സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കൂടി അവിടെ ഇരുത്തിയിട്ടുണ്ട്. പല്ല് ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ ENT ഒക്കെ അവിടെ പ്രത്യേകം വന്ന് പരിശോധിക്കുകയും ആളുകൾക്ക് ആവശ്യമായ യാതൊരു ഫീസും ഇല്ലാതെ OP ടിക്കറ്റിന് വരെ പൈസ വാങ്ങാതെയാണ് നഗരസഭ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഹരിതകർമ്മസേന 100ഓളം സ്ത്രീകൾ ഉപയോഗിച്ച് നമ്മൾ ഹരിതകർമ്മസേനയുടെ പദ്ധതി നടപ്പിലാക്കി. അത് വളരെ പ്രയാസം, 1 ലക്ഷത്തിലധികം പോപ്പുലേഷനുള്ള മഞ്ചേരി ടൗണ് വലിയൊരു മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു മുനിസിപ്പാലിറ്റിയാണ് മഞ്ചേരി. ഇത്രയും വലിയ 53 വാർഡായി ഈ സ്ഥലങ്ങളിൽ മാലിന്യ സംസ്കരണം വളരെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കൗൺസിൽ തീരുമാനമെടുത്ത് ആരോഗ്യ മേഖല ഹരിതകർമ്മസേനയെ നമ്മൾ പ്രത്യേകം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് നഗരസഭ അതിന് പ്രത്യേകം ഫണ്ടും വെച്ച് നമ്മൾ വിവിധ ഭാഗങ്ങളിൽ 50 വാർഡിൽ നിന്നും ഹരിതകർമ്മസേന നേരിട്ട് വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ടൈമിലും ഇപ്രാവശ്യവും നമ്മൾ എല്ലാ വീടുകളിലേക്കും ഓരോ ബിന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മഞ്ചേരിയിലും കാലങ്ങളായിട്ടുള്ള വേട്ടക്കോട് ഭാഗത്തുള്ളൊരു പ്രശ്നമായിരുന്നു മുൻ ഭരണസമിതി, അതായത് 2005-ലൊക്കെയുള്ള ഭരണസമിതി കാലത്ത് നമ്മൾക്ക് യാതൊരു മാർഗവുമില്ലായിരുന്നു. വേസ്റ്റ് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന്, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ഒരു മാർഗമില്ലാത്ത സാഹചര്യത്തിൽ അന്നത്തെ കാലത്ത് നഗരസഭയുടെ 1.5 ഏക്കർ സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുപോയി കൂട്ടിയിട്ടിരുന്നു. ഇത് അവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയാസം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് താൽക്കാലികമായി മണ്ണിട്ട് അത് മൂടിയിട്ടിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാലത്ത് പ്രത്യേകം KSWMPൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഫണ്ട് അതിന് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി മഞ്ചേരി നഗരസഭ അതിന് ആ DPR ഉണ്ടാക്കി കൊടുത്ത് അതിന് നമുക്ക് അംഗീകാരം ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആ മാലിന്യം അവിടുന്ന് ഒഴിവാക്കി അവിടെ ഒരു പാർക്ക് ഉണ്ടാക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭരണസമിതിൻ്റെ സമയത്ത് തന്നെ അത് പൂർത്തീകരിക്കണം എന്ന് ആലോചിച്ചാണ്. മഴ കാരണം
ആ വേസ്റ്റ് മുഴുവൻ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല. 3 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ്. അത് ഒഴിവാക്കിയ ഉടനെ അവിടെ നമ്മുടെ മഞ്ചേരിക്കാർക്ക് വേണ്ടി നല്ലൊരു പാർക്ക് തുടങ്ങാൻ അതിൻ്റെ AS-ഉം TS-ഉം ആയതാണ്. ഈ ഭരണസമിതിൻ്റെ തറക്കല്ലിടൽ കഴിഞ്ഞു എങ്കിലും ഒരു വർഷം കൊണ്ട് ആ പാർക്ക് അവിടെ നിലവിൽ വരും. അതുപോലെ തന്നെ നഗരസഭയിലെ മൊത്തം ആളുകൾക്കും പിന്നെ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ട് ജലസ്രോതസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയിൽ 6 കുളങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. അമൃത് പദ്ധതിയുമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കുളം. അതിൻ്റെ 6 ഉദ്ഘാടനം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നഗരസഭയിലെ ഈ 5 കുളങ്ങളിൽ ഒന്ന് നെടുകപ്പാറ കുളം, അതായത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കുളങ്ങളൊക്കെ നിർമ്മിച്ചത്. ആ നെടുകപ്പാറ കുളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് വലിയൊരു കോറിയാണ്. അപ്പോൾ ഇപ്പോൾ ആ കുളം ഉണ്ടാക്കിയ 80 ലക്ഷത്തോളം രൂപ ചിലവാക്കിയ കുളം ഉണ്ടാക്കി. തുടർന്ന് അതിൻ്റെ സമീപത്ത് ഒരു പാർക്ക് ഉണ്ടാക്കാനും കൂടി ഈ പദ്ധതി ഉണ്ട്. അതിൻ്റെ തറക്കല്ലിടൽ നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ TS ആയതാണ്. 1.5 കോടി രൂപയാണ് ആ പാർക്കിൻ്റെ ചിലവ്. ഒരു വർഷം കൊണ്ട് ആ പാർക്കും നടക്കും. മഞ്ചേരി നഗരസഭയിൽ 2 പാർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ 2 പാർക്ക് അതിനോട് ഒപ്പം ചെറിയ ചെറിയ മിനി പാർക്കുകൾ വേറെയും ഉണ്ടാക്കുന്നുണ്ട്. ബോയ്സ് ഹൈസ്കൂളിന് മുമ്പിൽ നമ്മുടെ കുട്ടികൾക്ക് വായനാ ഇടം എന്ന് പറഞ്ഞ് ഒരു ചെറിയ പാർക്ക് നമ്മൾ ഉണ്ടാക്കി. കഴിഞ്ഞ ടൈമിൽ നമ്മൾ വയോജനങ്ങൾക്കൊരു പാർക്ക് നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. വയോജന മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് പകൽ വീട് എന്ന പദ്ധതി നടപ്പിലാക്കി സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കി അവിടെ വരുന്ന വയോജനങ്ങൾക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം ഒരു സ്റ്റാഫിനെ നിർത്തി നഗരസഭ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു വണ്ടിയും കൂടി ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് ബഷീർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കുന്നതോടുകൂടി അവിടുത്തെ എല്ലാ വയോജനങ്ങൾക്കും വളരെ ഉല്ലാസത്തോടു കൂടി അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും പ്രത്യേകം സ്കോളർഷിപ്പ് നഗരസഭ നൽകുന്നു. 1.5 കോടി രൂപയാണ് ഒരു വർഷം സ്കോളർഷിപ്പ് നൽകുന്നത്. അതിനോടൊപ്പം അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ എല്ലാ വർഷവും നഗരസഭ നൽകുന്നുണ്ട്. കൂടാതെ ഒരു ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ നഗരസഭ ഉണ്ടാക്കി. അതായത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായി തൊഴിൽ നേടുന്നതിനും അതിനുള്ള പരിശീലനവും അവർക്ക് സ്വന്തമായി തൊഴിൽ കണ്ടെത്തുന്നതിനും അവർക്ക് സ്വന്തമായി വ്യവസായം നടത്തുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ളൊരു സെൻ്ററായിട്ടാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉദ്ദേശം. അതിന് സ്വന്തമായ ഒരു കെട്ടിടവും എല്ലാ സൗകര്യവും നഗരസഭ അതിൽ നൽകി കഴിഞ്ഞു. 65ഓളം കുട്ടികൾ ഇന്ന് സ്ഥിരം അവിടെ വരുന്നുണ്ട്. മഞ്ചേരി നഗരസഭയിൽ കുളങ്ങളും മറ്റും നിർമ്മിച്ചപ്പോഴും വിവിധ വീടുകളിൽ കുടിവെള്ള പ്രശ്നം നമ്മളോട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പ്രത്യേകം നഗരസഭയ്ക്ക് 23 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നറുകര വില്ലേജിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് യൂണിറ്റി കോളേജിന് സമീപം ഒരു ടാങ്ക് ഉണ്ടാക്കി വിവിധ താഴെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് പദ്ധതിയും കൂടി ഈ ഭരണസമിതിക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ച് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതി നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. നഗരസഭയിൽ രാത്രികാലങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റു ആളുകളും സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് മഞ്ചേരി നഗരസഭയിൽ സുരക്ഷിതമായി ഇരിക്കാനൊരു ഇടം സീസ്റ്റേ എന്ന പദ്ധതി നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അവർ ഒരു ദിവസം അവർക്ക് താമസിച്ച് പോകുന്ന ചെറിയ ഒരു വാടക നിശ്ചയിച്ചിട്ടാണ് നഗരസഭ സീസ്റ്റയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നഗരസഭയിൽ മൊത്തം 93 അംഗനവാടികളാണ് മഞ്ചേരി നഗരസഭയിൽ ഉള്ളത്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗനവാടി ഉള്ളത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ്. ഈ മുനിസിപ്പാലിറ്റിയിലെ 93 അംഗനവാടിക്കും സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുന്നതിനും ഈ അംഗനവാടികൾക്കൊക്കെ സ്മാർട്ടാക്കുന്നതിനും 75% അംഗനവാടികൾ ഇപ്പോൾ നമ്മൾ സ്മാർട്ടാക്കി. ഈ ഒരു മാസം വരുന്നതോടുകൂടി മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കാൻ നമ്മൾക്ക് സാധിക്കും. അംഗനവാടി കുട്ടികളെ ശാരീരികവും മാനസികവുമായുള്ള പഠനത്തിനോടൊപ്പം ആ അംഗനവാടി നിൽക്കുന്ന വാർഡിലുള്ള എല്ലാ ഗർഭിണികൾക്കും പോഷകാഹാരവും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് 18 വയസ്സുള്ളവരിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് അവരുടെ ആരോഗ്യ പുഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അവർക്ക് പോഷകാഹാരവും നഗരസഭ എല്ലാ വർഷവും നൽകുന്നുണ്ട്.
1.5 കോടി രൂപയാണ് ഇതിന് നഗരസഭ മാറ്റിവെക്കുന്നത്. അത് പൂർണ്ണമായിട്ടും 93 അംഗനവാടിയിലും എത്തി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ നഗരസഭയിലുള്ള ആരുമില്ലാത്ത ആശ്രയരായ ആളുകൾക്ക് അവർക്ക് എല്ലാ മാസവും ഭക്ഷണ കിറ്റ് നൽകുന്നുണ്ട്. അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം, അതുപോലെ തന്നെ ചികിത്സ വേണ്ടവർക്ക് ചികിത്സയും ഒക്കെ നമ്മൾ എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഭ ബസ് വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചപ്പോൾ അതിനോടൊപ്പം ഒരു DPR കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അതിനോട് അടുത്തുള്ള നമ്മളെ മാർക്കറ്റ്, ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്ന ആ മാർക്കറ്റ്, അത് ബസ് സ്റ്റാൻഡിനോടൊപ്പമാക്കി താഴെ മാർക്കറ്റും മുകളിൽ പാർക്കിംഗ് പ്ലാസയും ആക്കിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നഗരസഭ വെച്ചിട്ടുണ്ട്. അതിൻ്റെ DPR ആയിട്ടുണ്ട്. 100 കോടി രൂപയാണ് അതിൻ്റെ DPR. ആ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന മുറക്ക് നഗരസഭ പൂർത്തീകരിക്കാൻ വേണ്ടി DPR ഒക്കെ റെഡി ആയതാണ്. എന്താണെങ്കിലും അടുത്ത ഭരണസമിതി വരുമ്പോൾ ആദ്യം തുടക്കം കുറിക്കുക ഈ ഒരു പദ്ധതിയായിരിക്കും. 100 കോടി രൂപയാണ് അതിൻ്റെ പ്രൊജക്റ്റ്. അതുപോലെ തന്നെ നമ്മളെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള മഞ്ചേരി നഗരസഭയുടെ ഹോൾസെയിൽ മീൻ മാർക്കറ്റ്, ഈ മീൻ മാർക്കറ്റ് ടാക്സി സ്റ്റാൻഡാണ്. പക്ഷെ അത് മാറ്റി നമ്മൾ അതിൻ്റെ മുകളിൽ പാർക്കിങ്ങും അടിയിൽ ഹോൾസെയിൽ മീൻ മാർക്കറ്റും ആക്കുന്നുള്ളൊരു പദ്ധതിയും കൂടി നമ്മൾ DPR ഉണ്ടായി. അത് രണ്ടും കൂടിയിട്ടാണ് 100 കോടി രൂപയുടെ പ്രൊജക്റ്റ്. ടൗൺ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നഗരസഭ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. അതായത് വ്യാപാരികളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ആ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിനും അതിന് നഗരസഭ സ്പോൺസർഷിപ്പിലൂടെയും നഗരസഭയുടെ വിഹിതവും വെച്ച് വിവിധ കടകളുടെ മുമ്പിൽ വൃത്തിയാക്കുന്നതിനും ഇൻ്റർലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്ന വൃത്തിയാക്കുന്ന കാര്യങ്ങൾക്കും അത് PWDയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അനുമതി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ കടകളുടെയും മുമ്പിൽ വൃത്തിയാക്കുന്നതിനും പൂച്ചെടികൾ വെച്ച് പഠിപ്പിക്കുന്നതിനും പിന്നെ വിവിധ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ലൈറ്റുകളും ഒക്കെ വെച്ച് ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ചെയ്യാനും നഗരസഭ തുടങ്ങി വെച്ചിട്ടുണ്ട്. തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ മുട്ടിപ്പാലത്ത് തുടങ്ങി ബാക്കി ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുടങ്ങാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് റോഡിലുള്ള വിവിധ കടക്കാരൊക്കെ അവരുടെ മുൻഭാഗങ്ങളിലൊക്കെ അവരുടേതായ ചെലവിൽ തന്നെ നമ്മുടെ സഹായത്തോടു കൂടി നഗരസഭയും കെട്ടിട ഉടമകളുമായി സഹായിച്ച് വിവിധ ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതും കൂടി പൂർത്തീകരിക്കും. എൻ്റെ പേര് യാഷിഖ്. മഞ്ചേരി നഗരസഭയിലെ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇവിടെ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഈ കഴിഞ്ഞ 5 വർഷം. മുൻപത്തെ ഭരണത്തിൻ്റെ തുടർച്ച എന്നോണം വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ച് വലിയ ഒരു പദ്ധതിയാണ് നഗരസഭ ഭരണസമിതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നഗരസഭയിലെ എല്ലാ സ്കൂളുകളും ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള സ്കൂളുകളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മഞ്ചേരി നഗരസഭ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് തന്നെ മഞ്ചേരി ബോയ്സ് ഹൈ സ്കൂള്, പുല്ലൂർ സ്കൂള്, മഞ്ചേരി ചുള്ളക്കാട് സ്കൂള്, നറുകര സ്കൂള്, അതുപോലെ തന്നെ നെല്ലിക്കുത്ത് LP സ്കൂൾ, ഇത്തരം സ്കൂളുകളൊക്കെ രൂപമാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ കുട്ടികളെ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഗവൺമെൻറ് സെക്ടറിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കാൻ വേണ്ടി സ്കൂളുകൾ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ള രൂപത്തോടു കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് വളരെ വിജയകരമായി ഈ പറയപ്പെട്ട സ്കൂളുകളിലൊക്കെ പൂർത്തീകരിച്ചു. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം ബാധകമായതുകൊണ്ട് തന്നെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നഗരസഭയിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ചുള്ളക്കാട്, പുല്ലൂർ, നെല്ലിക്കുത്ത്, അതുപോലെ തന്നെ രാമംകുളം ഈ 4 സ്കൂളിനെയും സ്റ്റാഫ് റൂം ഹൈടെക് രൂപത്തിൽ ആക്കി അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ സ്കൂളുകളും ഈ രൂപത്തിൽ മാറ്റിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ എല്ലാ കുട്ടികൾക്കും LP, UP, ഹൈസ്കൂൾ അടക്കമുള്ള
എല്ലാ കുട്ടികൾക്കും അവർക്ക് ആവശ്യമായ സ്പോർട്സ് കിറ്റ് നഗരസഭ ഓൾറെഡി നൽകി കഴിഞ്ഞു. അത് നമ്മുടെ കുട്ടികളെ കായിക പരിശീലനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി എല്ലാ സ്കൂളുകളിലെയും കായിക അധ്യാപകരുടെയും റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്കൂളും മഞ്ചേരി നഗരസഭയിലെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ വർഷവും ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും മഞ്ചേരി നഗരസഭ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളെ വൈറ്റ് ബോർഡ്, ഡെസ്ക് ആൻഡ് ബെഞ്ച് അടക്കമുള്ള എന്നിങ്ങനെ പേരെടുത്ത് പറയുന്ന എല്ലാ സാധനങ്ങളും മഞ്ചേരി നഗരസഭ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭയിലെ 2 സ്കൂളുകളിൽ ആധുനിക രീതിയിലുള്ള ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. നെല്ലിക്കുത്ത് സ്കൂളിലും അതുപോലെ തന്നെ VHSC കരുവമ്പ്രം VHSC സ്കൂളിലും ആധുനിക രീതിയിലുള്ള ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഉന്നമനത്തിനും വേണ്ടി വിജയവരി വിജയസ്പർശം പദ്ധതിയിലേക്ക് ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പോലീസ് കാഡറ്റ് വളരെ ഭംഗിയായിട്ട് ഈ പറഞ്ഞ സ്കൂളുകളിലൊക്കെ നടന്നുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വലിയ രീതിയിലുള്ള ഏകദേശം 2000-ൻ്റെ മുകളിൽ പങ്കെടുത്ത ഒരു വലിയ രീതിയിലുള്ള തൊഴിൽ മേള മഞ്ചേരി നഗരസഭ ചുള്ളക്കാട് സ്കൂളിൽ വെച്ച് നടത്തി. ഏകദേശം 400-ൽ പരം ആളുകൾക്ക് ആ തൊഴിൽ മേള കൊണ്ട് ജോലി ലഭിക്കാൻ സാധ്യതമായി എന്നുള്ള സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മഞ്ചേരി നഗരസഭയിലെ വലിയ ഒരു സ്ത്രീ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി 2000-ൽ പരം വനിതകൾക്ക് ഫ്രീ ആയിട്ട് ലക്ഷ്യ ട്രസ്റ്റുമായി കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സൗകര്യം ചെയ്തു. അവർ ആ കോഴ്സ് പൂർത്തിയാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം വിതരണം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വായനശാലകളും കേന്ദ്രീകരിച്ച് മഞ്ചേരി നഗരസഭയിലെ വായനശാലകൾക്ക് ഫ്രീ ആയിട്ട് പത്രം നൽകാനുള്ള പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭയിലെ സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്ത ഒരു 2 സ്കൂൾ വെച്ച് ബാക്കിയുള്ള എല്ലാ സ്കൂളുകൾക്കും കെട്ടിടം സ്വന്തമായിട്ട് സ്ഥലം നൽകിക്കൊണ്ട് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി. അത് ഇപ്പോൾ കിഴക്കേത്തല സ്കൂള് നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി അതിൻ്റെ ശേഷം അവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഈ സ്കൂളിനെ അങ്ങോട്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ അരികിടായ സ്കൂളിന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട നടപടികൾ ഏകദേശം അന്തിമഘട്ടത്തിലാണ്. അരികിടായ സ്ഥലം കൂടിയും സ്കൂളും കൂടിയും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നതോടുകൂടി ഒരു സ്കൂൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു കാര്യം പറയാനുള്ളത്, നമ്മുടെ എലമ്പ്ര പ്രദേശത്ത് സ്കൂളിൻ്റെ ഒരു കുറവ് മനസ്സിലാക്കിക്കൊണ്ട് മഞ്ചേരി ചെയർപേഴ്സണും ഞങ്ങളും അടക്കമുള്ള ആളുകൾ മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എലമ്പ്രയിൽ പുതിയ സ്കൂളുകൾ തുടങ്ങാൻ വേണ്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ കുട്ടികൾ ഇല്ലാത്ത LP സ്കൂള് ആ എലമ്പ്ര പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് അവിടെ പുതിയ സ്കൂള് തുടങ്ങാനാണ് പദ്ധതി. അതിൻ്റെ പേപ്പർ വർക്കുകളും ഫയൽ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്കകം പുതിയ സ്കൂള് എലമ്പ്ര തുടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏകദേശം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കുറേ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമുക്ക് മഞ്ചേരി നഗരസഭയുമായി ചേർന്നുകൊണ്ട് ആ കോഴ്സുകൾക്ക് വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിലൂടെ അവർക്ക് ജോലി കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ഏകദേശം 500-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള രൂപത്തിൽ നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് യുവാക്കൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ ക്ലബ്ബുകൾക്കും മഞ്ചേരി നഗരസഭയിലെ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്ലബ്ബുകൾക്കും നമ്മൾ സ്പോർട്സ് കിറ്റ് വർഷം തോറും നൽകി വരുന്നുണ്ട്. അത് ഇവരെ ക്ലബ്ബുകളെ വലിയ ഒരു കായിക പ്രോത്സാഹനത്തിന് മാറ്റം കൂട്ടുന്നതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ കേരളോത്സവം വലിയ ഒരു രീതിയിലാണ് ഇവിടെ കൊണ്ടാടിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കേരളോത്സവം കൊണ്ടാടിയത്
മഞ്ചേരി നഗരസഭയാകും എന്നുള്ളതാണ് ഇവിടെ അവകാശപ്പെടാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി നഗരസഭയിലെ ആളുകൾക്ക് ഒന്ന് വൈകുന്നേരങ്ങളിലോ മറ്റോ നമുക്ക് ഒന്ന് ഉല്ലസിക്കാൻ വേണ്ട രൂപത്തിൽ ഗേൾസ് ഹൈസ്കൂളുമായി ചേർന്നുകൊണ്ട് നമ്മൾ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് ഒരു വായന ഇടം നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ആ വായന ഇടം വരുന്നതോടുകൂടി അവിടെ സായാഹ്നങ്ങളിൽ വലിയ പരിപാടികളും മറ്റും ആസൂത്രണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി നഗരസഭയിലെ 11 സ്ഥലങ്ങളിൽ 10 സ്ഥലങ്ങളിൽ ഓപ്പൺ ജിമ്മ് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയും നമ്മുടെ ആളുകൾക്ക് സൗജന്യമായി ജിമ്മ് അധിഷ്ഠിത കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഓപ്പൺ ജിമ്മ് 10 സ്ഥലങ്ങളിൽ ഓപ്പൺ ജിമ്മ് തുടങ്ങി അതിൻ്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയണം. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭയിലെ ഒരു പേരുകെട്ട ഒരു ഗ്രൗണ്ടാണ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിലവിൽ അവിടെ ബാത്റൂം സൗകര്യമില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രൗണ്ടിൽ തന്നെ പുതിയ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും അതിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പുതിയ സ്റ്റേജ് നിർമ്മിക്കാൻ വേണ്ട ഫണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യം, നമ്മുടെ മഞ്ചേരി നഗരസഭയിലെ കീഴിലുള്ള 3 ലൈബ്രറികൾ ഉണ്ട്. ഒന്ന് ഇ അഹമ്മദ് സ്മാരക ലൈബ്രറി, അതുപോലെ തന്നെ ആലി മുസ്ലിം സ്മാരക കെട്ടിടത്തുള്ള ലൈബ്രറി, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ലൈബ്രറി. ഈ 3 ലൈബ്രറിയും ഈ ലൈബ്രറി ആക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആലി മുസ്ലിം സ്മാരക ലൈബ്രറിയും കെട്ടിടവും അതുപോലെ തന്നെ മാധവൻ സ്മാരക കെട്ടിടവും ഒരു മിനി ഓഡിറ്റോറിയം എന്നുള്ള രൂപത്തിൽ ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് ആ മിനി ഓഡിറ്റോറിയം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി നഗരസഭയിലെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ള ഫണ്ട് വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ കലാകായിക മേഖലയിലെ പല കാര്യങ്ങളിലും വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു ടേമിൽ എന്നുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. അതിലില്ല വലിയ ഒരു നേട്ടം കേരളത്തിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ഒരു നഗരസഭ ഏറ്റവും കൂടുതൽ മിനി സ്റ്റേഡിയം വാങ്ങിയ ഒരു വർഷമാണ് ഈ വർഷം എന്നുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. നിലവിൽ 6 മിനി സ്റ്റേഡിയങ്ങൾ വാങ്ങിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. മറ്റ് സ്റ്റേഡിയങ്ങൾക്കുള്ള ഫണ്ടും വക ഇരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 6 ഫണ്ട് മാറ്റി അവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമായി എന്നുള്ള സന്തോഷം കൂടി വലിയ ഒരു മഞ്ചേരി നഗരസഭയിൽ തന്നെ കായിക പ്രേമികൾക്ക് അതുപോലെ തന്നെ എക്സൈസ് അടക്കമുള്ള ചെയ്യുന്ന ആളുകൾക്കടക്കം വലിയ ഒരു സന്തോഷത്തിൻ്റെ നേട്ടമാണ്. 3 വില്ലേജുകളും കേന്ദ്രീകരിച്ച് എല്ലാ മേഖലയിലും മിനി സ്റ്റേഡിയങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 6 മിനി സ്റ്റേഡിയം 3 വില്ലേജുകളും ഉൾപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനവും വാങ്ങിക്കഴിഞ്ഞു. നഗരസഭയിലേക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇത് കായിക രംഗത്തും മറ്റുള്ള രംഗത്തും വലിയ ഒരു മാറ്റത്തിന് ഭാവിയിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ള സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുന്നു.